പ്രയാണം. നോമ്പുകാല ചിന്തകൾ 14-ാം ദിനം. കുരിശിൻ്റെ വഴി. ക്രിസ്തു ശിഷ്യരുടെ പ്രത്യാശാമാർഗം. 1989 ഡിസംബർ 22 വരെ പടിഞ്ഞാറൻ ജർമ്മനിയെയും കിഴക്കൻ ജർമ്മനിയെയും തമ്മിൽ വേർതിരിച്ചിരുന്ന സ്ഥലം ഇന്ന് അറിയപ്പെടുന്നത് പോയിന്റ് ആൽഫ എന്ന പേരിലാണ്. എസെ, തുരിങ്കിയ എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലാണ് പോയിന്റ് ആൽഫ. അവിടെ 1400 മീറ്റർ ദൂരത്തിൽ 14 സ്ഥലങ്ങളിലായി കുരിശിൻ്റെ വഴി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കുരിശിൻ്റെ വഴിക്ക് നൽകിയിരിക്കുന്ന പേര് പ്രത്യാശയുടെ വഴി എന്നാണ്. കിഴക്കൻ പടിഞ്ഞാറൻ ജർമ്മനികളെ തമ്മിൽ വേർതിരിച്ചുകൊണ്ട് 1400 കിലോമീറ്റർ നീളമുള്ള അതിർത്തി 1989 മുമ്പ് നിലനിന്നിരുന്നു. അതിൻ്റെ പ്രതീകമാണ് 1400 മീറ്റർ ദൈർഘ്യമുള്ള ഈ കുരിശിൻ്റെ വഴി. മധ്യകിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യ കാലഘട്ടത്തിൽ നടന്നിരുന്ന ക്രൂരതകളുടെ പ്രതീകാത്മകമായ അവതരണമാണ് ഈ കുരിശിൻ്റെ വഴിയിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. പഴയ യുദ്ധോപകരണങ്ങൾ കൊണ്ടുള്ള കുരിശിൻ്റെ വഴിയിലെ ശില്പങ്ങൾ മെനഞ്ഞെടുത്തിരിക്കുന്നത് ഡോക്ടർ ഉൾറിച്ച് ബാർണിക്കൽ എന്ന കലാകാരനാണ്. ദുരിത സമയങ്ങളിലെ സ്വന്തം വിധി ഓർക്കുവാനും അവയെ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴിയുമായി ബന്ധപ്പെടുത്തി പ്രത്യാശയുടെ പുതിയ ലോകത്തിലേക്ക് യാത്ര ചെയ്യാനുമാണ് പ്രതീക്ഷയുടെ ഈ പാതയുടെ ലക്ഷ്യം. കുരിശിൻ്റെ വഴി പ്രത്യാശയുടെ വാതിലിലേക്ക് നയിക്കുമെന്ന സന്ദേശമാണ് അവിടെ എത്തുന്ന ഏത് വിശ്വാസിക്കും സമ്മാനിക്കുക. കുരിശിൻ്റെ വഴിയുടെ അവസാനം തുറന്നിട്ടിരിക്കുന്ന 3 കവാടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉദിതൻ സമ്മാനിക്കുന്ന പുതിയ പ്രതീക്ഷയാണ് അത് സൂചിപ്പിക്കുക. കുരിശിൻ്റെ ഇടുങ്ങിയ വഴികളിലൂടെ വിശ്വസ്തയോടെ യാത്ര ചെയ്താൽ ദൈവപുത്രൻ സമ്മാനിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലതയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയും. കുരിശിലാണ് നമ്മുടെ പ്രത്യാശ പുനർജനിക്കുന്നത്. ഭൗതികമായ നേട്ടങ്ങൾ മനുഷ്യൻ്റെ തിന്മകൾക്ക് മുൻപിൽ തകരുമ്പോൾ കുരിശിലേക്ക് നോക്കിയാൽ പ്രത്യാശയുടെ പുലരി ഉദിക്കും. കുരിശിൽ നിന്ന് പിറവിയെടുക്കുന്ന പ്രത്യാശയെ തകർക്കാൻ ലോകത്തിൽ ഒരു ശക്തിയും സാധിക്കില്ല. 2021 മാർച്ച് മാസം 31 ഫ്രാൻസിസ് പാപ്പ പങ്കുവച്ച ട്വിറ്റർ സന്ദേശം ക്രിസ്തുവിൻ്റെ കുരിശ് നൽകുന്ന പ്രത്യാശയെക്കുറിച്ചായിരുന്നു. പ്രക്ഷുബ്ധമായ കടലിൽ ഉഴറുന്ന കപ്പലുകളെ തുറമുഖത്തേക്ക് നയിക്കുന്ന ദീപസ്തംഭം പോലെയാണ് ക്രിസ്തുവിൻ്റെ കുരിശ്. ആശവെടിയാത്ത പ്രത്യാശയുടെ അടയാളമാണത്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഒരു കണ്ണീർ കണമോ ഒരു നെടുവീർപ്പോ പോലും നഷ്ടമാവില്ലെന്ന് കുരിശ് നമ്മോട് പറയുന്നു. നോമ്പ് യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ കുരിശിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കാനുള്ള പ്രലോഭനങ്ങൾ ധാരാളമുണ്ടാകും. അവയെ അതിജീവിച്ച് അവസാനം വരെ പിടിച്ചു നിന്നാൽ നാം രക്ഷപ്പെടും. അതിന് നമ്മെ സഹായിക്കുന്ന ദൈവിക സുഹൃതമാണ് പ്രത്യാശ. കർത്താവിൽ പ്രത്യാശയർപ്പിച്ച് ദുർബലരാകാതെ ധൈര്യം അവലംബിച്ച് നമുക്ക് മുൻപോട്ട് പോകാം.